ഏറ്റവും കൂടുതൽ കാത്തിരുന്ന മൂവി ആയിട്ടുള്ള കാന്താര ചാപ്റ്റർ 1 ലെജൻഡ് ഇന്ന് റിലീസായി. ശരിക്കും പറഞ്ഞ 3 വർഷം മുമ്പ് കാന്താര കാണാൻ പോയപ്പോൾ ഉള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അന്നൊരു യാത്രയുടെ ഇടയിലാണ് കാന്താര സിനിമയെ കുറിച്ചിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്. അതിന്റെ ട്രെയിലറൊക്കെ കണ്ട് ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തത്. ആൻഡ് അവിടം തൊട്ട് ശരിക്കും പറഞ്ഞാൽ അത് ലൈഫിലത്തെ വലിയൊരു പാർട്ടായിട്ട് മാറുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗംഭീര വിഷ്വൽ എക്സ്പീരിയൻസ് ആൻഡ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ് കാന്താര ചാപ്റ്റർ 1 ഓഫർ ചെയ്തിരുന്നത്. ശരിക്കും എവിടുന്നാണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞ പടത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ പിടിച്ചിരുത്തുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഡയറക്ടർ, ആക്ടർ ആൻഡ് റൈറ്റർ, അദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ ഓരോ സീനിലും ഓരോ ക്യാരക്ടറിലും ഓരോ സിറ്റുവേഷനിലും ആ ഒരു സിഗ്നേച്ചർ പതിഞ്ഞിരിക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ ഒരു തെളിവാണ് ഈ ഒരു പടം. പടത്തിന്റെ ആ ഒരു സോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു പഞ്ചുരുളി, ആ ഒരു കാടുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു ദൈവമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സ്റ്റോറിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ അത്രത്തോളം അറ്റാച്ച്ഡ് ആക്കി മാറ്റുന്ന ഒരു മാജിക്കൽ പവർ ഇതിന്റെ സ്റ്റോറിക്ക് ഉണ്ടെന്ന് വേണം പറയാൻ. ഇതിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകൾ നിന്നിരുന്നു. കാരണം ഇത് കറക്റ്റ് സമയത്ത് റിലീസ് ആവുക, അതിനിടയ്ക്ക് കുറെ പേര് ഇതിൽ അഭിനയിച്ച പോലെ ആർട്ടിസ്റ്റുകൾ മരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ ഒരു ഡൗട്ട് നിലനിന്നെങ്കിലും കറക്റ്റ് ഈ ദിവസം തന്നെ അവർ റിലീസ് ചെയ്യാൻ കാണിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക എഫേർട്ടിന് വേണം ആദ്യത്തെ കയ്യടി കൊടുക്കാൻ. പല സിനിമകളും ഒരു ഡേറ്റ് പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം പിന്നീട് പോസ്റ്റ്പോൺ ആയി പോവുകയോ അല്ലെങ്കിൽ ആ സിനിമ ഡേറ്റിന് റിലീസ് ആകുമ്പോൾ തന്നെ ആ ഒരു പ്രതീക്ഷ എന്താ പറയുക നമ്മൾ വെച്ച് പോകുമ്പോൾ തന്നെ അത് പലപ്പോഴും മീറ്റ് ചെയ്യാത്ത പല മൂവീസും ഉണ്ട്. ആൻഡ് ആ ഒരു ലിസ്റ്റിലേക്ക് ഒരിക്കലും നമുക്ക് പെടുത്താൻ പറ്റാത്ത ഒരു എക്സെപ്ഷൻ കേസ് തന്നെയാണ് ഈ ഒരു മൂവി. അത് ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയേണ്ടത് ഇതിന്റെ ക്രിയേറ്റേഴ്സിനോടാണ്. ഒരു സെക്കൻഡ് പാർട്ടിൽ ഹൊമ്പാലെ ഫിലിംസ് എത്രത്തോളം ഒരു ട്രസ്റ്റ് ഉറപ്പിച്ചിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എത്രത്തോളം നല്ല രീതിയിൽ ഡെലിവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഈ സിനിമ. ആൻഡ് അജ്നീഷ് ലോകനാഥ് അതിന്റെ മ്യൂസിക്, മാൻ യു ഡിസേർവ് എ ലോട്ട് എന്നേ പറയാനുള്ളൂ. കാരണം പടത്തിന്റെ ആ ഒരു മേക്കിംഗ് സമയത്ത് ഉള്ള ഒരുപാട് ഫൂട്ടേജസും അതുപോലെ അതിന്റെ ഒരു BGM ആയാലും ശരി, ഫസ്റ്റ് പാർട്ടിന്റെ ഒക്കെ പല ഫീല് തരുന്ന കുറെ മ്യൂസിക്കുകൾ ഉണ്ട്. പ്രത്യേകിച്ച് വരാഹരൂപായാലും ആ ഒരു കാട്ടിലേക്ക് പോകുമ്പോൾ ആ കാൽ ചിലമ്പിന്റെ സൗണ്ട് ഒക്കെ വെച്ചിട്ടുള്ള പല ആംബിയൻസ് ഒക്കെ നമുക്ക് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാം എത്ര ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് ആണ് തന്നെന്നുള്ളത്. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ അത് തുടക്കം തൊട്ട് അവസാനം വരെ ചില സീനുകൾ ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്തിടുന്നുണ്ട്. അതും ഒരു ഹൗസ്ഫുൾ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത ആ ഒരു ഫീൽ എന്ന് പറയില്ല, അതിന്റെ ഏറ്റവും വലിയൊരു 100% എക്സ്പീരിയൻസ് തരാനായിട്ട് ഈ പടത്തിന് പറ്റി. അത് എന്താ പറയുക, പ്രത്യേകിച്ച് അതിന്റെ ഇന്റർവൽ സീക്വൻസ്, ക്ലൈമാക്സ് ഒക്കെ നമ്മളെ ഒക്കെ അങ്ങോട്ട് വേറൊരു ലോകത്തേക്ക് എത്തിക്കുക എന്ന് പറയില്ലേ, അതിന്റെ ഒരു 100%ആയിട്ടുള്ള ഒരു വിഷ്വൽ സ്പെക്ടാക്കിൾ തന്നെയാണ് ഈ പടം. ആൻഡ് ഈ സിനിമയുടെ മറ്റുള്ള അണിയറ പ്രവർത്തകരെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇതിൽ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഋഷഭ് ഷെട്ടിയുടെ വൈഫാണ്. അത് ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തുള്ള ആ ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു രാജ്യത്തേക്ക് വരുന്ന പല കച്ചവടക്കാര് അതിൽ തന്നെ അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു കോസ്റ്റ്യൂംസിന് കൊടുത്തുള്ള ഡിസൈനും പ്രൊഡക്ഷൻ ഡിസൈൻ എടുത്തു പറയേണ്ട ഒന്നാണ്. പല സീക്വൻസുകൾക്കും അല്ലെങ്കിൽ പല ക്യാരക്ടേഴ്സിന്റെയും ആ ഒരു വന്നു നിൽക്കുന്ന ഷോട്ടിൽ തന്നെ ആ ഒരു കാലഘട്ടത്തിലെ ഒരു രാജസദസ്സിനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ നല്ല ഗംഭീരമായിട്ടും ആ ഒരു ബഡ്ജറ്റ് അവർ മാക്സിമം അതിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ആൻഡ് ആ ഒരു കൾച്ചറിനെ എത്രത്തോളം അവർ വളരെയധികം ഡിവോഷനോട് കൂടി നോക്കിക്കാണുന്നു എന്നുള്ളതിനുള്ള ഒരുപാട് സീക്വൻസ് ഈ സിനിമയിലുണ്ട്. ആൻഡ് ഇതിൽ അഭിനയിച്ച മറ്റുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജയറാമിന്റെ ക്യാരക്ടർ, അതുപോലെ തന്നെ ഗുൽഷൻ ദേവയ്യ, രുക്മിണി വസന്ത്, ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് സ്ക്രീൻ പ്ലേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ പല സബ്പ്ലോട്ട്സും ഇവർ പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് ഒരു ചാപ്റ്റർ കൂടി ബാക്കിയുണ്ട് എന്നുള്ള രീതിയിലാണ് പടം അവസാനിച്ചിട്ടുള്ളത്. ഈ പടം കാണാൻ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എക്സ്പെക്ടേഷനാണ് പോയിട്ടുള്ളത്. കാരണം ഏതെങ്കിലും ഒരു സിനിമ നമ്മൾ ഇറങ്ങുമ്പോൾ വിചാരിക്കും ഈ പടത്തിന് നല്ലൊരു 100% ഒരു സക്സസ് തന്നെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ചില സിനിമകൾക്ക് ആ ഒരു സിനിമ ആ സിനിമകളിൽ എനിക്ക് കൂട്ടിച്ചേർക്കാവുന്ന ഒരു പടം കൂടിയാണിത്. ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു ഈ ഒരു പടത്തിന് നല്ലൊരു ഡിസർവിങ് സക്സസ് തന്നെ കിട്ടണേ എന്നുള്ളത്. ആൻഡ് ഇതില് ഇത്രയും പേരെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ആ ഒരു മനുഷ്യൻ ഈ സിനിമേനെ ആ ഒരു ഷോൾഡറിൽ കൊണ്ട് നടക്കുന്നത് നമുക്ക് പല സീനിലും കാണാൻ പറ്റും. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു നഷ്ടബോധം തോന്നുന്ന ആളുകൾക്ക് ആ ഒരു സീക്വൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക വിഷ്വൽ ട്രീറ്റ് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ.
ഇതിലൊരു നല്ലൊരു സ്റ്റോറി ഉണ്ട്, അവരുടെ ഒരു ട്രഡീഷൻ ഉണ്ട്, അവരുടെ ആ ഒരു കൾച്ചർ ഉണ്ട്. അതിന് എത്രത്തോളം എഫേർട്ട് ഇട്ടും ആ ഹാർഡ് വർക്കിലൂടെയും അവർ എഴുതി സ്ക്രീനിൽ ഓഡിയൻസിന് മുമ്പിൽ കൊണ്ടുവന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണിത്. നിങ്ങൾ ഈ സിനിമ കാണാനായിട്ട് പ്ലാൻ ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണാം. തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. പ്രത്യേകിച്ച് അതൊരു ഹൗസ്ഫുൾ ഓഡിയൻസിന് കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ശരിക്കും ക്ലൈമാക്സ് ഒന്നും വാക്കുകൾ തന്നെയില്ല. ഒരു നമ്മൾ വേറൊരു ലോകത്ത് ഒരു രോമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ പറയില്ല, അതിൻ്റെ ഒരു എന്താ പറയാ, ലിറ്ററൽ മീനിങ് ആണ് ഈ ഒരു പടം. ഇതിൻ്റെ ആ ഒരു എല്ലാ സെഗ്മെന്റ്സും, ടെക്നിക്കൽ സെഗ്മെന്റ്സിലായാലും ശരി, മ്യൂസിക് ആയാലും ശരി, പെർഫോമൻസ് ആയാലും ശരി, VFX അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. VFXൽ തന്നെ ആ ഒരു പുലി വരുന്ന ഒരു VFX ഒക്കെ നല്ല പോലെ എവിടെയും ബോറാക്കാതെ നല്ല വൃത്തിക്ക് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ആ ഒരു എന്താ പറയുക കോൺഫ്ലിക്റ്റുകളൊക്കെ, അതിനെയൊക്കെ ഒരു എന്താ പറയുക, അതിലൊരു കഥയുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ ആളുകൾ അനുഭവിച്ചിരുന്ന പല ഒരു ഡിസ്ക്രിമിനേഷനും ഒക്കെ പല രീതിയിലും അവർ പറഞ്ഞു കൊണ്ടുവരാനായിട്ട് ഈ ഒരു സ്റ്റോറിയിലൂടെ അവർ ശ്രമിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഹോൾ കാന്താര ടീമിന് ആദ്യം തന്നെ ഒരു കയ്യടി നമുക്ക് കൊടുക്കാം. ഇങ്ങനെ ഒരു പടം, ഒരു സെക്കൻഡ് പാർട്ട് ട്രൂലി ഡിസർവിങ് ആയിട്ടുള്ള, ഫസ്റ്റ് പാർട്ടിന് പേരുദോഷം കേൾപ്പിക്കാത്ത ഒരു ഗംഭീര എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് പറ്റിയതിൽ എന്തായാലും തീർച്ചയായിട്ടും പടം നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. പടം കാണാത്തവര് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പടം കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. പടം കണ്ടവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.